അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഒരു മെട്രോ സ്റ്റേഷനിൽ പാത്വേയിലാണ്. ഞങ്ങൾ നേരെ പോകുന്നത് ദുബായ് മോളിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ മെട്രോ വഴിയാണ് കേട്ടോ വന്നിട്ടുള്ളത്. സോ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി ദുബായ് മോൾ ബുർജ് ഖലീഫ എന്നുള്ള മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ വരികയാണ്. ഞങ്ങൾ യൂണിയൻ മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് കയറിയത്. യൂണിയൻ മെട്രോ സ്റ്റേഷനിൽ നിന്ന് റെഡ് ലൈൻ വഴി 6th or 7th സ്റ്റോപ്പാണ് ദുബായ് മോള്. അതാണ് കുറച്ചും കൂടി ഈസി. ഇപ്പോൾ ട്രാഫിക് നല്ല റഷായ സമയമാണ്. അപ്പോൾ ഞങ്ങൾ മെട്രോ വഴിയാണ് കേട്ടോ അങ്ങനെ നേരെ ഞങ്ങൾ മോളിലേക്ക് എൻട്രിയിലേക്ക് പോണത്. അപ്പോൾ നമുക്ക് എന്തായാലും കാഴ്ചയിലേക്ക് പോവാം. കണ്ടില്ലേ, നമുക്ക് ഈ എസ്കലേറ്ററിൽ പോകുമ്പോൾ തന്നെ ഒരുവിധം അധികം ആൾക്കാർ കണ്ടില്ലേ. നമുക്ക് ഓരോ അടിപൊളി ബിൽഡിങ്സ് എല്ലാം കാണാൻ പറ്റും കേട്ടോ. കണ്ടില്ലേ, എന്ത് ഭംഗിയല്ലേ, അടിപൊളി ഓരോ ബിൽഡിങ്സുകളെല്ലാം കാണാൻ പറ്റും. കണ്ടില്ലേ, നമുക്ക് ഏകദേശം ഇവിടെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മളെ മോളിലേക്ക് എത്തിയിട്ടില്ല. കണ്ടില്ലേ, നമുക്ക് ഏകദേശം തന്നെ നമുക്ക് ഇവിടുന്ന് ഏകദേശം നമ്മുടെ ബുർജ് ഖലീഫ കാണാനെല്ലാം കാണാൻ പറ്റുന്ന അടുത്തുള്ള വേറെ ആയിട്ടുള്ള അടിപൊളി അത് അപ്പാർട്ട്മെന്റ് ഹോട്ടൽ എന്താ തോന്നുന്നു. സോ അങ്ങനെ ഞങ്ങൾ മോളിന്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുന്നു. ജസ്റ്റ് എൻട്രി ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ഒരുപാട് ഷോപ്സ് കാണാനെല്ലാം ഉണ്ട്. നമുക്ക് മെയിൻ എൻട്രൻസ് എല്ലാം കാണിച്ചു തരാം കേട്ടോ. കാരണം നമ്മൾ മെട്രോ വഴി കയറിയ എൻട്രൻസ് ആണ്. അപ്പോൾ നമ്മൾ മെട്രോ കയറിയോണ്ട് നമുക്ക് മെയിൻ എൻട്രൻസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ബുർജ് ഖലീഫ ഒക്കെ ഇതിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് എല്ലാം കാണാം. കുറേ അധികം മണി എക്സ്ചേഞ്ച് ഷോപ്സ് എല്ലാം ഉണ്ട്. ഇതെങ്ങനെയുണ്ട് ഈ ഷോപ്പ്, ഈ വണ്ടി? ബിഗ് അഡ്വഞ്ചർ ടൂർസ്, ഐ മീൻ ഒരു ഓഫ് റോഡ് സെറ്റപ്പ് കാണാനെല്ലാം തോന്നുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഡെസേർട്ട് ഗേറ്റ് സഫാരി ടൂർസ് ഉണ്ട്. അങ്ങനെ കുറേ ഓഫ് റോഡ്, ജെറ്റ് സ്കൈ റൈഡ് ഇൻ ദുബായ്, അങ്ങനെ കുറേ 30 minutes 1 hour, പിന്നെ 350 dirhams ആണ് 30 minutesന്, പിന്നെ 1 hour 600 dirhams ആണ് ജെറ്റ് സ്കൈ റൈഡ്. അങ്ങനെ കുറേ അഡ്വഞ്ചർ ആയിട്ടുള്ള സ്പോർട്സ് എല്ലാം ഓർഗനൈസ് ചെയ്യുന്ന ഒരു ആൾക്കാരാണ് ഇവര്. അത് കണ്ടില്ലേ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹെയറിന്റെ കടയാവുന്നു കേട്ടോ. ലേഡീസിന്റെ ഹെയറിന്റെ കടയാണ്. പിന്നെ ഇവിടെ സ്റ്റാർബക്സിന്റെ ഒരു ഷോപ്പുണ്ട്. പിന്നെ കുറച്ച് ക്യാപ്സിന്റെ ഒക്കെ ഷോപ്പ് കാണാൻ പറ്റും. പിന്നെ ഇവിടെ കുറച്ച് നമുക്ക് ബുർജ് ഖലീഫ അങ്ങനെ കുറേ ഇതിൻ്റെയൊക്കെ ഇത് കാണാൻ പറ്റും. ഫ്രെയിംസും കാണലെല്ലാം കാണാൻ പറ്റും. ഞങ്ങൾ ഏറ്റവും ടോപ്പ് ഫ്ലോറോട് എത്തിയിരിക്കുന്നത്. അത് ഏറ്റവും ടോപ്പ് ഫ്ലോറിലേക്ക് എൻട്രി ആണ്. ഇവിടെ കുറേ ബുക്സിൻ്റെ ഷോപ്പ് കാണലെല്ലാം കാണാൻ പറ്റും. പിന്നെ നമുക്ക് നോർമലി ഗാഡ്ജറ്റ്സിൻ്റെ ഷോപ്സൊക്കെ കാണാനുണ്ട്. പിന്നെ അതേപോലെ അല്ലേ ഹുവാവേൻ്റെ ഷോപ്പ് കാണാനുണ്ട്. പിന്നെ അതും ഒരു ഇലക്ട്രോണിക്സ് ഷോപ്പാണ്. പിന്നെ ജി ഷോക്കിൻ്റെ ഷോപ്പ്, അങ്ങനെ കുറേ സോണി, അങ്ങനെ കുറേ ഷോപ്സ് കാണാം. അധികം ഗാഡ്ജറ്റ്സ് ഇലക്ട്രോണിക് ബേസ് ആയിട്ടുള്ള ഐറ്റംസാണ് നമ്മൾ ഈ ഫ്ലോറിൽ ഇപ്പോൾ കണ്ടത്. കാണല്ലേ, ഇത് കാണുന്നത് എമിറേറ്റ്സിൻ്റെ ഒരു കൗണ്ടറാണ്. ഫ്ലൈറ്റ്സും ഒക്കെ, ഫ്ലൈറ്റ്സിനൊക്കെ ടോയ്സ് ഉണ്ട്. പിന്നെ ബാഗ്, പിന്നെ ടീഷർട്ട്സ് കാണാനെല്ലാം കിട്ടും കേട്ടോ. കണ്ടില്ലേ, ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു സിമുലേഷൻ ഗെയിമൊക്കെ ഉണ്ട് ഫ്ലൈറ്റിൻ്റെ. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് കാണുന്ന ടിക്കറ്റ് കൗണ്ടറാണ്. ദുബായ് അക്വേറിയം ആൻഡ് അണ്ടർ വാട്ടർ സൂ ടിക്കറ്റിംഗ് ആണ്. അത്യാവശ്യം നല്ല ചാർജസ് കാണാനെല്ലാം ഉണ്ട്. നമുക്ക് അതിൽ പല ആക്ടിവിറ്റീസും ഉണ്ട്. ഇപ്പോൾ 20% ഓഫർ കാണിക്കുന്നുണ്ട്. പല ആക്ടിവിറ്റീസൊക്കെ കാണിക്കുന്നുണ്ട്. സ്കൂബ ഡൈവിങ്, ഷാർക്ക് വാക്ക്, അങ്ങനെ കുറേ അതിൻ്റെ റേറ്റ്സുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ ദുബായിൻ്റെ അണ്ടർ വാട്ടർ അക്വേറിയം. സെക്കൻഡ് ഫ്ലോറിൽ വരുന്നുണ്ട്. അതിൻ്റെ വേറെ ഒരു എൻട്രൻസ് കാണാനെല്ലാം. ദുബായ് അണ്ടർ വാട്ടർ അക്വേറിയത്തിൻ്റെ എൻട്രൻസ് സെക്കൻഡ് ഫ്ലോറിലാണ്. അവിടെ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ
ഇത് കണ്ടില്ലേ, നമുക്ക് ഈ ഗ്ലാസ് കൂടെ കാണാൻ പറ്റും. കണ്ടില്ലേ, ഫിഷസ് എല്ലാം കാണാൻ പറ്റില്ല. അടിപൊളിയാണ് കേട്ടോ. നമുക്ക് അതിന് ഉള്ളിൽ കൂടെ ശരിക്കും നടക്കാനുള്ളൊരു എടുത്തു കഴിഞ്ഞാൽ ഇനി മൊത്തമായിട്ടുള്ളൊരു ഫ്രീ വാക്കിംഗ് കാണെല്ലാം വരുന്നുണ്ട്. അതിൻ്റെ ചാർജസ് തന്നെ അറിയില്ല. അത് നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റാണ് നമ്മളെന്തായാലും കയറി കാണിച്ചു തരാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മൾ ഏറ്റവും മുകളിലത്തെ ഫ്ലോർ താഴത്തെ ഫ്ലോറിലേക്ക് വന്നാൽ കണ്ടില്ലേ, നമുക്കൊരു വൈഡ് വ്യൂ തന്നെ കാണാൻ പറ്റും അക്വേറിയത്തിൻ്റെ. നമുക്ക് ഷാർക്സ് കാണാനെല്ലാം കാണാൻ പറ്റും. കണ്ടില്ലേ, ഷാർക്സ് കാണാനെല്ലാം ഉണ്ട്. ഇഷ്ടംപോലെ വൈഡ് വെറൈറ്റി ഫിഷസ് കാണാനെല്ലാം നമ്മൾ തന്നെ ഉണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു അണ്ടർ വാട്ടർ അക്വേറിയം തന്നെയാണ്. ഏറ്റവും ഇതിൻ്റെ ബേസ്മെൻറ്റ് ഫ്ലോർ ടിക്കറ്റിംഗ് കാണാനെല്ലാം എടുക്കാനുള്ള സൗകര്യം കാണാനെല്ലാം ഉണ്ട്. ജസ്റ്റ് ഒരു വാക്കറോൺ പോലെ ടിക്കറ്റിംഗ് ഉണ്ടെങ്കിൽ നമ്മളതിൽ കയറുന്നത്. ഞാൻ ലാസ്റ്റ് ടൈം നമുക്ക് കയറിയായിരുന്നു. ഇപ്പോൾ ഓരോരോ സ്പെഷ്യൽ ആക്ടിവിറ്റീസിൻ്റെ റേറ്റ്സ് ഒക്കെ നേരത്തെ കാണിച്ചു തന്നിരുന്നത്. അതൊക്കെ കുറച്ച് കോസ്റ്റ്ലിയാണ് കേട്ടോ. ഓക്കെ, നിൽക്കുന്നത് കണ്ടില്ലേ, ലെവൽ 1ലാണ്. മൊത്തം 3 ഫ്ലോറാണുള്ളത്. ഐ മീൻ 3 അല്ല, ഏകദേശം 4 ഫ്ലോറുകളുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ നിന്നത് ഏറ്റവും ടോപ്പ് ഫ്ലോറാണ്. ഞാൻ 3rd ഫ്ലോറാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. സോ ലെവൽ 1 ഈ ഫ്ലോറിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ദുബായ് അക്വേറിയം, അണ്ടർ വാട്ടർസും എല്ലാം ഉണ്ട്. സൈഡിൽ പോയി കഴിഞ്ഞാൽ ദുബായ് മോൾ, വാട്ടർഫോള്, ദുബായ് ഐസ്, ചൈന ടൗൺ നമ്മൾ നേരെ കാണിച്ചിട്ടുണ്ട്. പിന്നെ റൈറ്റ് സൈഡ് ദുബായ് ഫൗണ്ടൈൻ കാണാനെല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ വന്നിരിക്കുന്നത് ലോവർ ഗ്രൗണ്ട്, അതേപോലെ ഗ്രൗണ്ട് 1, 2 കേട്ടോ. അങ്ങനത്തെ ഫ്ലോർസാണ് വന്നിരിക്കുന്നത്. ഞാൻ മൊത്തം ആദ്യം നമ്മളായിട്ടും ടോപ്പ് ഫ്ലോറിൽ ആദ്യം കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചത് ഞാൻ 3 ഫ്ലോറിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. സോ നമ്മളേറ്റവും ടോപ്പും ജസ്റ്റ് താഴേക്ക് ഇറങ്ങിയ ഫ്ലോറായിട്ടപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും മുകളിലും നമുക്ക് അക്വേറിയത്തിൽ എൻട്രൻസ് ഉണ്ട്. പിന്നെ ടിക്കറ്റിങ് കാരണം മുകളിലുണ്ട്. അതേപോലെ താഴെയും മെയിൻ എൻട്രൻസ് ഉള്ള വലിയൊരു കൗണ്ടർ കാണാനെല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ ഈ ലെവൽ 1ലാണ്. നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ വാട്ടർഫോൾസ് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഔട്ട് സൈഡിൽ നമുക്ക് രാത്രി കാണാനുള്ള മറ്റേ ലൈറ്റ്സ് വെച്ചിട്ട് ഫൗണ്ടെയിൻസൊക്കെ ഉണ്ട് കേട്ടോ. ആ സൈഡിലേക്കാണ് ദുബായ് ഫൗണ്ടെയിനൊക്കെ ഉള്ളത്. ഏകദേശം പുറത്ത് സൈഡിലേക്കായിട്ടാണ് വരിക. ഈ കാണുന്നതാണ് കേട്ടോ ഫൗണ്ടെയിൻ വന്നിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ വാട്ടർ ഫൗണ്ടെയിൻ വന്നിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല അടിപൊളിയാണല്ലേ. ആൾക്കാരിങ്ങനെ ജസ്റ്റ് താഴത്തേക്ക് ചാടുന്നൊരു ഫീല് കണ്ടല്ലേ, അടിയിൽ കണ്ടില്ലേ, നല്ല അടിപൊളിയുണ്ടല്ലേ. ഇതാണ് കേട്ടോ വാട്ടർ ഫൗണ്ടെയിൻ കാണാനെല്ലാം വരുന്നത്. അപ്പോൾ നമ്മളിത് അവിടെ നമ്മളെ ദുബായ് മോളിലുള്ളൊരു ഫൗണ്ടെയിൻ ഏരിയയിലാണുള്ളത്. കാണാം, എല്ലാവർക്കും കണ്ടിട്ടുണ്ടായിരിക്കും. മോസ്റ്റ്ലി എല്ലാവരും ഈ ഫ്രെയിം എന്തായാലും കണ്ടിട്ടുണ്ടാവും. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റിയൊരു വലിയ അബദ്ധമാണ്. സോ കണ്ടില്ലേ, ഇതാണ് നമ്മളെ ഔട്ടർ വ്യൂ. നമ്മൾ ദുബായ് മോളിൻ്റെ ലാസ്റ്റ് നമ്മൾ ഔട്ടർ വ്യൂ ഇതാണ്. സോ നമ്മൾ ഏറ്റവും ടോപ്പിൽ നിന്ന് താഴേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ മോൾ ഇതാ കാണുന്നു. അതുപോലെ നമ്മൾ ബുർജ് ഖലീഫ കാണുന്നു. എല്ലാം താഴെ നിൽക്കുന്നു കേട്ടോ. കണ്ടില്ലേ, കണ്ടില്ലേ, ഇതാണ് നമ്മുടെ വ്യൂ. സോ ഇവിടെ വൺ വൈബ് തന്നെ കേട്ടോ. കാരണം ഇവിടെ അത്രയും ക്രൗഡാണ്. കാരണം ചിലപ്പോൾ വാട്ടർ ഫൗണ്ടെയിൻ ഷോ കാണാനെല്ലാം ഉണ്ടാവും. ഇത് നമ്മളെ മോളുടെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ. അല്ലേ, ഇവിടെ ഒരു ഹാർട്ട് ഷേപ്പിലൊരു സിൽവർ അല്ല ഒരു ക്രോമിയം കളറിൽ ഒരു പീസ് ഉണ്ട്. അവിടെ നമുക്ക് വെച്ചിട്ട് വെച്ചാൽ ഫോട്ടോസ് കാണാനെല്ലാം എടുക്കാൻ സൗകര്യം എല്ലാം ഉണ്ട്. പിന്നെ എന്തായാലും നമുക്ക് ഇതാണ് നമ്മൾ മെയിൻ കാണുന്ന ലക്ഷ്യം. അതുപോലെ തന്നെ കണ്ടത് ഇവിടെയൊക്കെയാണ് ആ വാട്ടർ ഫൗണ്ടെയിൻ കാണലുണ്ട്. അതിൻ്റെ ആൾക്കാർ ആ ബ്രിഡ്ജിലൊക്കെ കയറി നിൽക്കുന്നുണ്ട്. 2 സൈഡ്സിലും കുറേ വാട്ടർ ഷോസ് കാണലുണ്ട്. ഫൗണ്ടെയിൻ ഐ മീൻ മ്യൂസിക് വെച്ചിട്ട് കുറേ ഷോസ് കാണലെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും കുറേ പേരൊക്കെ സ്ഥലം ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ഐ മീൻ എല്ലാവരും മെയിനായിട്ട് വാട്ടർ ഫൗണ്ടെയിൻ കാണാൻ
ഉദ്ദേശിക്കുകയാണ്. നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മളത് വീട്ടിൽ കാണിച്ചു തരുന്നതാണ് കേട്ടോ. കാരണം ഈ ദുബായ് മോള് ഫുള്ള് നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. കാരണം അത്യാവശ്യം നല്ല കാണാനുണ്ട്. നമ്മൾ മെയിൻ കുറച്ച് ഏരിയാസ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇനി അണ്ടർ വാട്ടർ അക്വേറിയം കാണാൻ വിചാരിക്കുന്നുണ്ട്. നമുക്ക് വരും എപ്പിസോഡ്സിൽ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ആ അണ്ടർ വാട്ടർ അക്വേറിയം ഒക്കെ കാണാൻ പറ്റും കേട്ടോ. നമ്മളത് കയറാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് നമുക്കെല്ലാം കൂടി നടക്കില്ല. കണ്ടില്ലേ, അത്യാവശ്യം ഭയങ്കര ക്രൗഡായ ഒരു ഏരിയ ആണ്. ഇതവിടെ ഒരു ടർക്കിഷ് ഐസ്ക്രീമിൻ്റെ കൗണ്ടർ കാണലെല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ ഈ കാണുന്ന ഏരിയയിലാണ് കേട്ടോ ഇവിടെ വാട്ടർ ഫൗണ്ടൻ കാണാനെല്ലാം വരുന്നത്. ഈ കാണുന്ന ആൾക്കാർ മൊത്തം അത് കാണാൻ വേണ്ടി അവിടെ നിൽക്കുകയാണ്. ഭയങ്കര റഷാണ് കേട്ടോ. നേരെ വന്നു കഴിഞ്ഞാൽ നേരത്തെ സ്ഥലം പിടിക്കാൻ പറ്റും. പക്ഷേ ഈ കാണുന്ന ഏരിയയിൽ മൊത്തമാണ് നമുക്ക് ആ അണ്ടർ വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്ടർ ഫൗണ്ടൻ ഷോ ഒക്കെ നടക്കാൻ പോകുന്നത്. ഈ കാണുന്ന ഏരിയയിലാണ് വാട്ടർ ഫൗണ്ടൻ ഷോ നടക്കാൻ പോകുന്നത്. എല്ലാവരും നമ്മുടെ ബുർജ് ഖലീഫയിൽ ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് കാണാൻ നിൽക്കുകയാണ് കേട്ടോ. അതിൽ ലൈറ്റിംഗ് കാണാൻ വേണ്ടി എല്ലാം വെയിറ്റ് ചെയ്യുകയാണ്. അതേപോലെ വാട്ടർ ഫൗണ്ടൻ ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഐ മീൻ അവിടെ വാട്ടർ ഫൗണ്ടൻ പ്ലസ് അവിടെ ഇതിന്മേൽ ലൈറ്റിംഗ് കാണാൻ വേണ്ടി എല്ലാവരും നിൽക്കുന്നത് കേട്ടോ. സോ അപ്പോൾ നമ്മൾ ഐ മീൻ നമ്മൾ അണ്ടർ വാട്ടർ അക്വേറിയത്തിൻ്റെ അറ്റ് ബേസ് ഫ്ലോറിലാണ് നിൽക്കുന്നത്. കാരണം ഇവിടുന്നാണ് സ്റ്റാർട്ടിങ് വരുന്ന ടോപ്പിലേക്ക്. കണ്ടില്ലേ, ഇവിടുന്ന് കറക്റ്റ് വ്യൂ കാണിച്ച് നമുക്ക് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഈ എൻട്രൻസിൽ കൂടിയാണ് ഇത് പോകുക. ഈ എൻട്രൻസിൽ പോയിട്ട് അതിന് ഉള്ളിൽ കൂടെ പോയി നമുക്കിങ്ങനെ ചുമ്മാ ഐ മീൻ വാക്ക് അറൗണ്ട് പോലെ നടക്കാനുള്ള കാണാനെല്ലാം പറ്റും. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ അക്വേറിയത്തിൻ്റെ ഫുള്ള് വ്യൂ ഏകദേശം വരുന്നത്. കണ്ടില്ലേ, നല്ല സെറ്റപ്പാണ് കേട്ടോ. ഐ മീൻ ഫിഷസിനെ കുറച്ചുകൂടി നമുക്ക് റിയൽ ആയിട്ട് അടുത്ത് നിന്ന് കാണാൻ പറ്റും. എസ്പെഷ്യലി ഷാർക്ക്, ഐ മീൻ സ്റ്റിംഗ്റേ, അങ്ങനത്തെ ഒക്കെ ഫിഷസ് ഇതിന് ഇഷ്ടം പോലെ ഉണ്ട്. കണ്ടില്ലേ, എന്തായാലും അടിപൊളി ലുക്കാണ് കേട്ടോ. ഇത് അടിപൊളി സാധനമാണ്. പക്ഷേ ഇതിൻ്റെ ഓരോ സ്കിൽസ് ആക്ടിവിറ്റീസ് നമുക്ക് സെപ്പറേറ്റ് കയറാൻ പറ്റും. പക്ഷേ അത് നമ്മൾ കുറച്ച് എക്സ്പെൻസീവാണ്. നമ്മൾ ഇന്ത്യൻ മണിയൊക്കെ നോക്കുമ്പോൾ നല്ല ഏറ്റവും നല്ല 500 ദിർഹംസിന് ആക്ടിവിറ്റീസ് വരുന്നത്. ഏകദേശം നാട്ടിലത്തെ 10,000 റുപ്പീസ് ഈക്വലൻ്റ് എമൗണ്ടാണ് വരുന്നത്. നമ്മൾ അതിലൊന്നും കയറുന്നില്ല. പക്ഷേ നമുക്ക് ഒരു ജസ്റ്റ് ചുമ്മാ കയറണം വിചാരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ വേറെ ദിവസം നമ്മളതിൽ കയറണം എന്നുള്ള പ്ലാനും കാണലെല്ലാം ഉണ്ട്. അപ്പോൾ കയറുമ്പോൾ അതിൻ്റെ വീഡിയോൻ്റെ ഡീറ്റെയിൽ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നമ്മൾ ഇന്ന് അതിൽ കയറണമെന്നില്ല. നമ്മൾ ജസ്റ്റ് എല്ലാം കാണിക്കാൻ വേണ്ടി ഒന്ന് കാണിച്ചതാണ് മൊത്തം. എന്തായാലും ഇതൊരു സെറ്റപ്പായ ഒരു അണ്ടർ വാട്ടർ അക്വേറിയമാണ്. ഇതിൽ ക്രോക്കഡൈൽസ് കാണൊക്കെ ഉണ്ട്, അണ്ടർ വാട്ടർ സൂണ്ട്. സോ ഇത് അണ്ടർ വാട്ടർ അക്വേറിയമാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ചോദിക്കുന്നു. നമ്മുടെ ദുബായ് മോള്, അതുപോലെ വാട്ടർ ഫൗണ്ടൈൻ, പിന്നെ നമ്മുടെ ബുർജ് ഖലീഫയിൽ ലൈറ്റിംഗ് കൊണ്ട് ഭയങ്കര സൂപ്പറായിരുന്നു. നമ്മൾ വേറൊരു ദിവസം നമ്മൾ അണ്ടർ വാട്ടർ അക്വേറിയത്തിനുള്ളിൽ കയറാനുള്ളൊരു ഐഡിയൽ പ്ലാനൊക്കെ ഉണ്ട്. ഇന്ന് നമ്മളെന്തായാലും കയറുന്നില്ല. പിന്നെ കുറച്ച് വീട്ടിൽ അത് ഓരോ ആക്ടിവിറ്റീസ് കയറുമ്പോൾ കുറച്ചുകൂടി എക്സ്പെൻസീവാണ്. സോ ചുമ്മാ നമുക്ക് ഉള്ളിൽ കാണാൻ പറ്റുന്ന ഒരു സ്കീമുണ്ട്, നമുക്ക് അറിയില്ല. ലാസ്റ്റ് ടൈം വന്നപ്പോൾ അങ്ങനെ കയറിണ്ടായിരുന്നു. ഐ മീൻ ബാക്കി ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ഏകദേശം ഇന്ത്യൻ മണി കൺവേർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഹ്യൂജ് ഒരു എമൗണ്ടാണ് വരിക. സോ ഞാനും ഞങ്ങൾ 3 പേരിലുണ്ടാണ് കയറുന്നില്ല. അപ്പോൾ വേറെ ഇവിടെ എന്തായാലും തീർച്ചയായും ഒന്നിലേക്ക് കയറുന്ന പ്ലാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ കാണാം. ഇറ്റ്സ് മീ ഇൻ ദ സൈനിങ് ഓഫ്. ബൈ.